നമ്മളിപ്പോൾ ഒരു അനിരുദ്ധേറയിലാണോ ജീവിക്കുന്നത്? ഈ സംശയം എന്നെപ്പോലെ തന്നെ പലർക്കും തോന്നുന്ന ഒരു സമയമാണിത്. കാരണം അനിരുദ്ധ് എന്ന മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ ഓഡിയൻസിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് തന്നെയാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടൂവിലെ പാട്ടുകൾ കടുത്ത വിമർശനങ്ങൾ നേരിട്ട സമയത്ത് പല റിവ്യൂവേഴ്സും പല സോഷ്യൽ മീഡിയ പേജുകളുമെല്ലാം അനിരുദ്ധിൻ്റെ ട്രെൻഡ് സെറ്റിങ്ങിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, വേൾഡ് ട്രെൻഡിങ് ആയിരുന്ന കൊലവറി കമ്പോസ് ചെയ്ത അനിരുദ്ധാണോ ഇന്ത്യൻ ടൂവിൽ ഇത്ര മോശം പാട്ടുകൾ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ജൂനിയർ NTR നായകനായ ദേവറ എന്ന തെലുങ്ക് സിനിമയിലെ ഈ പാട്ട് റിലീസാവുന്നത്. ഈ പാട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ നിലവിൽ ഈ പാട്ട് ട്രെൻഡിങ് ആണ്. എന്നാലും ഈ പാട്ടിന് 3 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ മനിക്കെ മകെ ഹിത്തെ എന്ന സിംഗിള പാട്ടിനോട് സാമ്യതയുണ്ടെന്നും ഈ പാട്ട് കോപ്പി അടിച്ചതാണെന്നുമുള്ള രീതിയിലുള്ള ട്രോൾസും കമ്പാരിസൺ വീഡിയോയുമൊക്കെ ഒരുപാട് വന്നിരുന്നു. എങ്കിലും ദേവറയിലെ ഈ പാട്ട് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ്. ഇതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ഒരു ഭാഗത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ സിനിമയിലെ മറ്റൊരു പാട്ട് റിലീസാവുന്നത്. പതിവ് തെറ്റാതെ ഈ പാട്ടും ട്രെൻഡിങ് ആയി. ഒരു ഡാൻസ് നമ്പർ ആയതുകൊണ്ട് തന്നെ പേസ് ഒരല്പം കൂടുതലായിരുന്നു. മുമ്പത്തെ പാട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ പാട്ടിനൊപ്പം ജാൻവി കപൂർ, ജൂനിയർ NTR എന്നിവരുടെ ഡാൻസിങ് സ്റ്റൈലും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ഇതിൻ്റെ ഹുക്ക് സ്റ്റെപ്പ് വെച്ച് ദിവസേന 100 കണക്കിന് റീൽസാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും അനിരുദ്ധിന് നേരെ വിമർശനമുണ്ടായി. വിജയ് സിനിമയായ ബീസ്റ്റിലെ അറബിക് കുത്തിൻ്റെ 2x വേർഷനാണ് ഈ പാട്ട് എന്ന തരത്തിലായിരുന്നു ആ വിമർശനം. ഒരു വശത്ത് AR റഹ്മാൻ്റെ വാട്ടർ പാക്കറ്റും അടങ്കാത അസുരനുമൊക്കെ കത്തിക്കയറി നിൽക്കുമ്പോൾ അനിരുദ്ധിന് അതിന് മുകളിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വലിയ വിഭാഗം പറഞ്ഞു. ഗോട്ടിലെ പാട്ടുകളൊന്നും തന്നെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താതെ നിരാശരാക്കിയപ്പോൾ അവസാനമിറങ്ങിയ മട്ട എന്ന പാട്ട് രക്ഷപ്പെട്ട് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഗോട്ടിൻ്റെ റിലീസിന് ശേഷം ഈ പാട്ട് ട്രെൻഡായി കയറി വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അതിനെ തൂക്കിയടിച്ചുകൊണ്ട് അനിരുദ്ധിൻ്റെ കയ്യിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ബാങ്ങർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ട്രാക്ക് പുറത്തു വരുന്നത്. ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനാകുന്ന വേട്ടയൻ എന്ന സിനിമയിലെ പാട്ടാണിത്. രജനികാന്തിനോടൊപ്പം മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യരും ഈ സിനിമയിലുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ പാട്ടിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. മഞ്ജു വാര്യറിൻ്റെ ഗ്രേസും രജനികാന്തിൻ്റെ എനർജിയും എടുത്തു പറയേണ്ടതാണ്. ഈ പാട്ടിൻ്റെ ഹുക്ക് സ്റ്റെപ്പും ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഒരു കേരള ബാക്ക്ഡ്രോപ്പിൽ വലിയൊരു സെറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു സെലിബ്രേഷൻ സോങ് ആണിത്. പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത 80കളിലെ ഹിറ്റ് കോംബോ ആയിരുന്ന മലേഷ്യ വാസുദേവൻ രജനികാന്ത് കോംബോ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ്. രജനികാന്തിന് SPV പാട്ടുകളാണ് കൂടുതലും ഫിറ്റ് ആവുക. പക്ഷേ അതിനു മുൻപ് മലേഷ്യ വാസുദേവനാണ് അദ്ദേഹത്തിന് വേണ്ടി സ്ഥിരം പാട്ടുകൾ പാടിയിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലേഷ്യ വാസുദേവന്റെ ശബ്ദത്തിൽ രജനികാന്ത് അഭിനയിക്കുന്നു എന്നത് തമിഴ് പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. 2011 ഇദ്ദേഹം മരണപ്പെടുന്നത്. 13 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ വോയിസ് AI സഹായത്തോടു കൂടിയാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പാട്ടിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അത് ഏറ്റെടുക്കുകയും യൂട്യൂബ് റിലീസ് കഴിഞ്ഞ് 2 ദിവസം ആയപ്പോൾ തന്നെ
6.5 മില്യണിലധികം കാഴ്ചക്കാരുമായി ട്രെൻഡിങ് നമ്പർ 1-ൽ എത്തിയിരിക്കുകയാണ് ഈ പാട്ട്. തന്നെ വിമർശിച്ചവർക്കും താഴ്ത്തിക്കെട്ടാൻ നോക്കിയവർക്കുമുള്ള അനിരുദ്ധിൻ്റെ ചുട്ട മറുപടിയാണ് ഈ പാട്ട്. എത്രയൊക്കെ വിമർശിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഒരൊറ്റ പാട്ട് കൊണ്ട് അതെല്ലാം തിരുത്തി പറയിച്ചിരിക്കുകയാണ് റോക്ക് സ്റ്റാർ അനിരുദ്ധ്. പക്ഷേ സംഭവം എന്തൊക്കെയാണെങ്കിലും തമിഴ് സിനിമകളിലെ മലയാള ഭാഷാ പ്രയോഗത്തിന് ഇപ്പോഴും ഒരു മാറ്റം വരാത്തത് വളരെ 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 ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്.